ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് NSSന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോഴിക്കോട് IPM വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. IPM എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. ഇത് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ക്യാമ്പസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 10-30 പേര് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അവിടെ എത്തിയപ്പോഴാട്ടോ ക്യാമ്പസ് ഒക്കെ നല്ല അടിപൊളി ക്യാമ്പസ് ആണ്. നമ്മളെ മെഡിക്കൽ കോളേജ് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അങ്ങനത്തെ ഇമ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഹാളിൽ ചെന്ന് ഇരുത്തിയിട്ടോ ഞങ്ങളെ. പിന്നെ ഒരു ഡോക്ടർ വന്നിട്ട് എന്താണ് പാലിയേറ്റീവ് മെഡിസിൻ, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ സർവീസസ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ പാലിയേറ്റീവ് മെഡിസിനെ പറ്റി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാമ്പസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ ക്യാമ്പസ് മൊത്തത്തിൽ കുറേ ചേട്ടന്മാർ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. 6 months കോഴ്സസ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നെ. ഇത് ഒരു ചെറിയ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്പേസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ NSSന്റെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഈ വഴി കൂടെയൊക്കെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ചേട്ടൻ പറഞ്ഞു നല്ല നാടൻ മാങ്ങ ഉണ്ട്. അപ്പം ഞങ്ങൾ നാടൻ മാങ്ങയൊക്കെ നിലത്ത് നിന്ന് പെറുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ നാടൻ മാങ്ങയെല്ലാം കഴിച്ച് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഇവിടുത്തെ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള കോട്ടേഴ്സ്. പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പസിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടുത്തെ കോഴ്സസിനൊക്കെ പറ്റി അറിഞ്ഞതേ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചക്കാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതിനുശേഷം ഫുഡും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് തന്നെ പോണ വയ്ക്ക് കുറേ നേരം ചായ സ്പോട്ടും തപ്പി നടന്നു കേട്ടോ. ഫൈനലി ഇതേ ഞങ്ങൾക്കൊരു ചായ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പുഴവക്കത്തുള്ള നല്ല പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു വൈബ് സ്പോട്ട്. അവിടെ എത്തിയപ്പോൾ നല്ല വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും കല്ലുമ്മക്കായും പരിപ്പ് വടയും ഉള്ളിവടയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ അവിടുത്തെ സ്പെഷ്യലായ മുട്ടൻ്റെ ഉള്ളിൽ ചമ്മന്തി വെച്ചൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ചെമ്മീനടയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് ചായ കുടിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ കോളേജിലെത്തിയിട്ടുണ്ട്. കോളേജിലെത്തിയപ്പോഴേക്കും സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് 2 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഹോസ്റ്റലിന് പോയത്. പിന്നെ എത്തിയ ഉടനെ തന്നെ ബാങ്കൊക്കെ കൊടുക്കാനായോണ്ട് കൂലിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് ഇന്ന് തൊട്ട് ഇന്റേണൽസിന് പഠിക്കാൻ തുടങ്ങാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാരണം അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഇന്റേണൽസ് തുടങ്ങാണ്.